ഇതിന്റെ പ്രിയതമാ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറഞ്ഞപ്പോൾ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കിരീടാവകാശിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു പോയി, ഫാത്തിമ ഫാത്തിമ, നീ പറയണം നമ്മളുടെ മകളോട്, നമ്മുടെ മക്കളോട് പറയണം, ഈ പെരുന്നാൾ ഈ ദുനിയാവിൽ വെച്ച് അസ്തമിച്ചു പോകും മോളെ ഫാത്തിമ. ഈ ദുനിയാവിൽ വെച്ച് ആഡംബരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ ദുനിയാവിൽ വെച്ച് ആർഭാടങ്ങൾക്കെല്ലാം തിരശ്ശീല വീഴും ഫാത്തിമ. ദഫ്മുട്ടിനൊരു പരിഹാരം വന്നുപോകും. ഒരു ദിവസമെല്ലാം നശിച്ചുപോയി, നാളെ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ ഭവനത്തിലേക്ക് എത്തിപ്പെടണമെന്ന് നിങ്ങളുടെ മക്കളോട് പറയൂ ഫാത്തിമ. അതുകൊണ്ട് ആരാഡംബരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും ഫാത്തിമയുടെയും പൊന്നോമനകളോട് പറയൂ ഫാത്തിമ. ഉടനെ ഫാത്തിമ ബീവി പറഞ്ഞു, അതെല്ലാം സമ്മതിക്കാം, പക്ഷേ അതെല്ലാം സമ്മതിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങാനുള്ള വഴി വല്ലതുമുണ്ടോ? നാളെ നേരം വെളുക്കുമ്പോൾ സന്തോഷത്തിന്റെ ദിനമാണല്ലോ. ഉടനെ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്, ഖജനാവിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്നതെന്ന കാര്യം മറന്നു പോകരുത്. അദ്ദേഹം പറയുകയാണ്, ഫാത്തിമ, എനിക്ക് ഈ ഖജനാവിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന തുക കേവലം 2 ദിർഹം മാത്രമാണ്. അത് തന്നെ കടമാണ്. ആ 2 ദിർഹം കൊണ്ട് നമ്മുടെ കുടുംബം പോറ്റാൻ എനിക്ക് കഴിയില്ല ഫാത്തിമ. ആ 2 ദിർഹം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അടുത്ത മാസം ശമ്പളം കിട്ടിയാൽ മാത്രമേ എനിക്ക് നമ്മുടെ കുടുംബത്തിന്റെ ചെലവ് വഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഫാത്തിമ, ഉള്ളതുകൊണ്ട് ക്ഷമിച്ചു കഴിയാൻ പറയൂ ഫാത്തിമ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ഫാത്തിമ ബീവി പറയുകയാണ്, നിങ്ങൾ ഖജനാവിന്റെ ഉടമസ്ഥനാണല്ലോ, 2 ദിർഹം മുൻകൂറായി നിങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കൂടെ? അടുത്ത മാസത്തെ പൈസ മുൻകൂറായി വാങ്ങിക്കൂടെ? അഡ്വാൻസ് വാങ്ങിക്കൂടെ? ഉടനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് പറഞ്ഞു പോയി, ഫാത്തിമ, ഞാൻ ഈ 2 ദിർഹം വാങ്ങിയാൽ നാളെ ഞാൻ ഈ ഉമർ ഉണ്ടാകുമോ? ഈ ലോകത്ത് ഉമർ ജീവിച്ചിരിക്കുമോ? ഈ 2 ദിർഹം കടക്കാരനായി ഈ ഉമർ എങ്ങാനും മരിച്ചു പോയാൽ നാളെ പ്രവാചക സന്നിധിയിൽ എത്തിപ്പെടാൻ ഈ ഉമറിന് കഴിയില്ല ഫാത്തിമ, കഴിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഈ ഉമറിന് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കൂ ഫാത്തിമ. ഇന്ന മൗഇദനൽ ജന്ന, സ്വർഗമാണ് നമ്മുടെ ഇരിപ്പിടം, അവിടെയാണ് നമുക്ക് സുഖം, അവിടെയാണ് സന്തോഷം, അവിടെയാണ് ആനന്ദം ഫാത്തിമ. അതുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ദുനിയാവിന്റെ കാര്യം നിർബന്ധിക്കല്ലേ ഫാത്തിമ. കേവലം 2 ദിർഹം മാത്രം ശമ്പളം പറ്റിക്കൊണ്ട് ജോലി ചെയ്ത് ഹറാമിനെ ഹറാമായി മനസ്സിലാക്കി വർജിക്കുകയും ഹലാലിനെ മാത്രം സമ്പാദിക്കുകയും ഹലാല് മാത്രം തിന്നുകയും ഹലാല് മാത്രം തീറ്റിക്കുകയും ചെയ്ത മഹാനായ 2ാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയേക്കാൾ കൂടുതൽ അമൽ ചെയ്ത വ്യക്തിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ കൂടുതൽ നന്മകൾ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറും മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇത്രത്തോളം നന്മ ചെയ്ത ഉമർ